നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. വേലൂർ നടുവിലങ്ങാടി അങ്കണവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി വേലൂർ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധിച്ച പ്രവർത്തകരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വായനാ വാരത്തോടനുബന്ധിച്ച് കുന്നംകുളം നഗരസഭയും ഏകലവ്യ സ്മാരക ലൈബ്രറിയും സംയുക്തമായി നഗരസഭാതല വായന വാരാചരണ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. LP, UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ആവേശകരമായ ക്വിസ് മത്സരമാണ് നടത്തിയത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രശസ്തമായ പുസ്തകങ്ങളെ ആസ്പദമാക്കി വായനാനുഭവം എഴുതലും പങ്കുവയ്ക്കലും മത്സരവും നടത്തി. വിദ്യാർത്ഥികളുടെ മികച്ച വായനാ വിശകലന മികവ് തെളിയിക്കുന്നതായിരുന്നു മത്സരങ്ങൾ. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു, റീഡേഴ്സ് ഫോറം ഭാരവാഹികളായ ഗീവർഗീസ്, PS ഷാനു, ലൈബ്രറിയൽ സിൽവിയ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ GHSS സ്കൂളിൽ വിജയോത്സവവും നവീകരിച്ച പ്രവേശന കവാടത്തിന്റെയും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അഡോളസന്റ് കൌൺസിലിംഗ് റൂമിന്റെയും ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷയായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്തൻ മാഷ്, മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ എന്നിവർ വിശിഷ്ടാതിഥികളായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസീന, വാർഡ് മെമ്പർ ബിന്ദു AP, ശതോത്തര രജത ജൂബിലി കമ്മിറ്റി കൺവീനർ രാമചന്ദ്രൻ, PTA പ്രസിഡന്റ് VK മോഹനൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KN സുരേഷ്, മുൻ പ്രിൻസിപ്പാൾ KV വൃന്ദ, MPTA പ്രസിഡന്റ് ജസീല, MB ശ്രീകല, TP നസീറ, PK രജനി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ബിന്ദു ബാബു നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികൾക്ക് സ്കൂളിന്റെ സമ്മാനങ്ങളും വിവിധ എൻഡോവ്മെന്റുകളും പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ വിവിധ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ G ശങ്കരപ്പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനശാല സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ പരിപാടിയാണ് G ശങ്കരപ്പിള്ള അനുസ്മരണം. വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് നാടക പ്രവർത്തകനും സിനിമാ സീരിയൽ നടനുമായ മുരുകൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് മധു ചൂണ്ടൽ അധ്യക്ഷനായി. വായനശാല നിർവാഹക സമിതി അംഗങ്ങളായ CJ ഫ്രാൻസിസ്, സുലൈമാൻ, CJ ജിജു, TL ജോസഫ്, ലൈബ്രറിയൻ ഹേമലത, പത്മിനി, മോഹിനി തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം കബനി തിയേറ്റേഴ്സിന്റെ ബാനറിൽ പ്രസാദ് ലീല അവതരിപ്പിച്ച ഏകാംഗ നാടകം അരങ്ങേറി. നാടക ഭാരവാഹികളായ വിദ്യാധരൻ, ബാബു വയലത്തൂർ, റോഷൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. നാടക ഗുരുവായൂർ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുമായി സഹകരിച്ചാണ് വായനശാല G ശങ്കരപ്പിള്ള അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. പട്ടാമ്പി കുന്നംകുളം സംസ്ഥാന പാതയിൽ നിന്ന് പഴഞ്ഞിയിലേക്ക് എത്തിച്ചേരുന്നതിനാവശ്യമായ ദിശാ ബോർഡുകളില്ലാത്തത് യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി പഴഞ്ഞി അങ്ങാടി കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു. പ്രതിദിനം നിരവധി വാഹനങ്ങളാണ് പഴഞ്ഞിയിലേക്ക് എത്തുന്നത്. എന്നാൽ പ്രധാന റോഡിൽ നിന്ന് പഴഞ്ഞിയിലേക്കുള്ള സൂചനാ ബോർഡുകൾ ഇല്ലാത്തതിനാൽ പലരും വഴി തെറ്റുന്നതും അനാവശ്യ സമയനഷ്ടവും നേരിടുന്നതായും പതിവാണ്. പ്രദേശത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി പട്ടാമ്പി കുന്നംകുളം റോഡിന്റെ അനുയോജ്യമായ ഭാഗങ്ങളിൽ വ്യക്തവും ആധുനികവുമായ ദിശാ ബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് പഴഞ്ഞി അങ്ങാടി കൂട്ടായ്മ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ ആശങ്ക ഉയർത്തി ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തി. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന പൊതുപ്രവർത്തകൻ കൂടിയായ പുല്ലൂർ വളപ്പിൽ മുഹമ്മദ് സ്ഥാപനത്തിന് സമീപത്തെ വഴിയിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നതിനിടയിലാണ് ഒച്ചിനെ കണ്ടത്. കൊരട്ടിക്കര അപ്പൂരിടത്ത് രവിശങ്കറിന്റെ വീട്ടുമുറ്റത്തു നിന്നും മറ്റൊരു ഒച്ചിനെയും കണ്ടെത്തി. കഴിഞ്ഞ വർഷവും ഈ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഒച്ചുകളെ കണ്ടെത്തിയ വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു. സ്ഥലങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മഹിളാ അസോസിയേഷൻ പുന്നേർകുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. ചെമ്മന്നൂരിൽ നടത്തിയ പ്രതിഷേധ പരിപാടി മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മെമ്പർ ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ഗിരിജ രാജൻ അധ്യക്ഷത വഹിച്ചു. ജയന്തി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. മെസ്സി ഫാൻസ് അണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ മെസ്സിയുടെ 39ാം പിറന്നാൾ ആഘോഷിച്ചു. അണ്ടത്തോട് പ്രദേശത്തെ 4ഓളം നഴ്സറി കുട്ടികൾക്ക് മെസ്സിയുടെ പേരിലുള്ള ജേഴ്സി വിതരണം ചെയ്തു. വൈകിട്ട് അണ്ടത്തോട് സെന്ററിൽ മെസ്സിയുടെ ഫോട്ടോ പതിച്ച കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. മെസ്സി ഫാൻസ് അണ്ടത്തോട് മെമ്പർമാരായ ജംഷീർ, നൌഷാദ്, നാഷ്, ഷാക്കിർ, റംഷാദ്, ബാദുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം
റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കിഴൂർ തെക്കേപ്പാട്ട് നാരായണൻ നായർ നിര്യാതനായി 84 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടത്തി. മല്ലികയാണ് ഭാര്യ. നീലിമ, നിഷ എന്നിവർ മക്കളാണ്. കാഞ്ഞങ്ങാട്ട് പ്രിയദർശനൻ നിര്യാതനായി 62 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 2 മണിക്ക് നടത്തും. ദേവപ്രിയൻ, ജ്യോതിപ്രിയൻ, ശാന്തിനി, സ്വാമിനി, ഷൈനി എന്നിവർ സഹോദരങ്ങളാണ്. വടക്കേക്കോട്ടോൽ പള്ളിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കരിയൻ ഭാര്യ അമ്മിണി നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12-ന് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തും. മല്ലിക മകളാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.